സോ ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൽ അവിടെ റെസ്പിറേഷൻ്റെ അവിടെ വെച്ചാൽ നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പൊ റെസ്പിറേഷനിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്പൈറോമെട്രി ഏരിയ. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ കുറേ പേര് കാണാണ്ട് പഠിച്ചാൽ വെക്കാറുള്ള ഫോഴ്സ് എക്സ്പിറേറ്ററി വോളിയം കുറയോ കൂടോ, വൈറ്റൽ കപ്പാസിറ്റി കുറയോ കൂടുമോ എന്നൊക്കെ മിക്കവരും യൂഷ്വലി അത് കാണാണ്ട് പഠിച്ചു വെക്കും. അതിന്റെ ബേസിക് സാധനങ്ങൾ അറിയാതെ മഗ്ഗപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രോങ്കിയൽ ആസ്മയിൽ എങ്ങനെയാണ് പീക്ക് ഫ്ലോ റേറ്റ്, ഫോഴ്സ് എക്സ്പിറേറ്ററി വോളിയം, ഫങ്ഷണൽ വൈറ്റൽ കപ്പാസിറ്റി ഇതൊക്കെ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതറിയണമെങ്കിൽ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള റെസ്പിറേഷനിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, സ്പൈറോമെട്രിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് അത് പഠിക്കാം. ഓക്കെ, അതില് സ്പൈറോമെട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഒരു ഇൻസ്ട്രുമെന്റിലോട്ട് നമ്മൾ എയർ ബ്ലോ ചെയ്യുന്നത് അനുസരിച്ചാണ് നമുക്ക് ആ ഒരു മെഷർമെന്റ് വരുന്നത്. സോ സ്പൈറോമെട്രിക്കകത്ത് നമ്മൾ ഇതാണ് മനുഷ്യനെങ്കിൽ അയാൾ ബ്ലോ ചെയ്യുന്ന ഒരു എയർ ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ പോകുമ്പോൾ ഇതിൽ റൈസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു സ്പൈറോമെട്രി വാല്യൂസ് അളക്കുന്നത്. അപ്പോ സ്പൈറോമെട്രി റെക്കോർഡ് ചെയ്യുന്നത് ബോത്ത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേറ്ററി ലങ് വോളിയംസും കപ്പാസിറ്റീസും ആണ്. ബോത്ത് ഇൻസ്പിറേഷൻ ആസ് വെൽ ആസ് എക്സ്പിറേഷൻ, lung volumes and capacities. Lung volumes and capacities. Okay. Capacities എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? It is just the sum of the two volumes. എന്തെങ്കിലും രണ്ടിൽ കൂടുതലോ വോളിയംസ് ആഡ് ഓൺ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ കപ്പാസിറ്റി അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. രണ്ട് വോളിയം, ടൈൽ വോളിയം, ചിലപ്പം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അല്ലെങ്കിൽ ടൈഡൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പൊ രണ്ട് വോളിയംസിനെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തെ നമ്മൾ കപ്പാസിറ്റീസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ അടുത്തൊരു MCQ പോയിന്റ് എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻ ആണ്. സ്പൈറോമെട്രി കൊണ്ട് അളക്കാൻ പറ്റാത്ത ഏത് വോളിയമാണ്? സ്പൈറോമെട്രി കനോട്ട് മെഷർ റെസിഡ്യുവൽ വോളിയം. എന്തുകൊണ്ടാണ് റെസിഡ്യുവൽ വോളിയം സ്പൈറോമെട്രിക്ക് അളക്കാൻ പറ്റാത്തത്? Why the spirometry cannot measure residual volume? ലങ്സിൽ റിമെയിൻ ചെയ്യുന്ന, അതെ, എക്സാക്ട്ലി, റിമെയിൻ ചെയ്യുന്നുണ്ട്. സ്പൈറോമെട്രിക്ക് മെഷർ ചെയ്യണമെങ്കിൽ എയർ ഷുഡ് എൻറ്റർ ദ മെഷീൻ, അല്ലെ? എയർ ഷുഡ് എൻറ്റർ ദ മെഷീൻ. പക്ഷേ ഈ റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് ദ വോളിയം വിച്ച് ഇസ് ലെഫ്റ്റ് ഔട്ട് ഇൻ ദ ലങ്സ്. ലങ്സിന്റെ അകത്തിരിക്കുന്നതായത് കൊണ്ട് അത് നമ്മൾ മെഷീനിലോട്ട് എയർ കയറുന്നില്ല. സോ residual volume cannot be measured using spirometry. Very, very important MCQ. Residual volume cannot be measured using spirometry. ഇനിയും സ്പൈറോമെട്രി മെഷർ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അത് ആ പറയുന്ന സമയത്ത് പറഞ്ഞുള്ളൂ. റെസിഡ്യുവൽ വോളിയം മാത്രമല്ല. ഓക്കെ, ഇനി നമുക്ക് നോർമൽ ലങ് വോളിയംസ് പറയാം. First one is tidal volume. Tidal volume. First one is tidal volume അല്ലെങ്കിൽ TV. എന്താണ് tidal volume? എയർ ഗോയിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സ്. ഒരു ലങ്സിന്റെ അകത്തോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും ഉള്ള എയർ ഇൻ 1 മിനിറ്റ്. എയർ ഗോയിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സ് ഇൻ 1 മിനിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1 മിനിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഡ്യൂറിങ് normal respiration. During normal respiration. That is also important. അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ അകത്ത് ഇന്നും ഔട്ടും, അകത്തോട്ടും പുറത്തോട്ടും പോകുന്നുണ്ട്. ടൈം ഡ്യൂറേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, 1 മിനിറ്റ്. ആൻഡ് ഓൾസോ ദ മോഡ് ഓഫ് റെസ്പിറേഷൻ, നോർമൽ റെസ്പിറേഷൻ. ഇത് മൂന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത്ര സിമ്പിൾ ആക്കി ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയത്തിന്റെ ഡെഫിനിഷൻ തന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ്, അല്ലെങ്കിൽ പിക്ക് ദ കറക്റ്റ് വൺ, അല്ലെങ്കിൽ സെലക്ട് ദ റോങ് വൺ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടൈഡൽ വോളിയം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സും നോർമൽ റെസ്പിറേഷൻ സമയത്തും 1 മിനിറ്റ് ഡ്യൂറേഷനും ആണെന്ന് അറിഞ്ഞിരിക്കണം.
ഇനി അടുത്ത MCQ പോയിന്റ് ഇവിടെ നോർമൽ വോളിയം ടൈഡൽ വോളിയം എത്രയാണ്? നോർമൽ ഇസ് ഈക്വൽ ടു 500 ml. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ അപ്പൊ നോർമലി നമ്മൾ എടുക്കുന്ന ലങ്സിൽ എടുക്കുന്ന ശ്വാസമാണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി ലങ്സ് എടുക്കുന്നതാണ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലങ്സിലാണ് ടൈഡൽ വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു 500 ml. ഇനി എന്തെങ്കിലും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഇൻസ്പയർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് the volume of air that is inspired above the tidal volume. Tidal volume കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? ദാറ്റ് ഇസ് ദ എക്സ്ട്രാ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ദ ഇൻസ്പിറേഷൻ above the tidal volume അല്ലെങ്കിൽ the volume of the air entering above the tidal volume. ടൈഡൽ വോളിയത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ ഇൻസ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 ലിറ്റർ. ആ ലിറ്റേഴ്സ് ഒരു ചിലതിൽ 2500 to 3000 ലിറ്റർ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ചിലതിൽ അപ്രോക്സിമേറ്റ്ലി 3 ലിറ്റർ, എന്തായാലും 3 ലിറ്ററിൽ കൂടുതലല്ല. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ടൈഡൽ വോളിയത്തിനേക്കാൾ കൂടുതൽ പുറത്തോട്ട് എക്സ്പയർ ചെയ്ത് കളയുന്നത്, ദാറ്റ് ഇസ് ദ വോളിയം മാക്സിമം ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആഫ്റ്റർ ദ നോർമൽ എക്സ്പിറേഷൻ ഈസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയത്തിനേക്കാൾ കൂടുതലാണ്, അത് മാക്സിമം ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഫോഴ്സ്ഫുൾ. മാക്സിമം ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആഫ്റ്റർ ദ നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷന് ശേഷം ഫോഴ്സ്ഫുള്ളി നമ്മൾ പുറത്തോട്ട് കളയുന്ന എയറിനെയാണ് നമ്മൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.3 ലിറ്റർ. ഒന്നര ആ അത്ര അടുപ്പിച്ച് നമുക്ക് പുറത്തോട്ട് എത്ര ഫോഴ്സ് എടുത്താലും നമുക്ക് അത്ര മാത്രമേ പുറത്തോട്ട് വോളിയം ഓഫ് എയർ പുറത്തു വിടാൻ പറ്റുന്ന വോളിയം എത്രയാണ്? 1 to 1.3 ലിറ്റേഴ്സ് ആണ്. ഇത് മൂന്നും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയർ അവിടെ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആണ്. മൂന്നാമത്തെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് എക്സ്പയർ ചെയ്യുന്നത്, അവിടെ മാക്സിമം 1.3 ലിറ്റർ. ഓക്കെ, ഇനി അടുത്തതാണ് റെസിഡ്യുവൽ വോളിയം. നേരത്തെ പറഞ്ഞു സ്പൈറോമെട്രിക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത സാധനം റെസിഡ്യുവൽ വോളിയം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പൈറോമെട്രി എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ. അടുത്തതാണ് റെസിഡ്യുവൽ വോളിയം. റെസിഡ്യുവൽ വോളിയം പഠിക്കാൻ എളുപ്പം നമ്മൾ ടൂത്ത് പേസ്റ്റിന് എടുത്തിട്ടാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ടൂത്ത് പേസ്റ്റ് ഉണ്ട്. നമ്മൾ തീർന്നു പോയാലും നമ്മൾ ഞെക്കി പിഴുതാലും കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ്, അതായത് ടൂത്ത് പേസ്റ്റിന്റെ അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കുറച്ച് പേസ്റ്റ് സാധാരണ അതിന്റെ അകത്ത് കാണാറില്ലേ? അതായത് ആ കവറിന്റെ അകത്ത് തന്നെ കാണാറില്ലേ? എത്ര ഞെക്കി പിഴുതാലും കുറച്ച് സാധനങ്ങൾ നമ്മൾ ടൂത്ത് പേസ്റ്റിൽ തന്നെ ലെഫ്റ്റ് ഔട്ട് ചെയ്യാറില്ലേ? അതാണ് റെസിഡ്യുവൽ വോളിയം. ദാറ്റ് ഇസ് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഇമ്പോർട്ടൻറ്റ്, ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. നമ്മൾ എത്ര ഫോഴ്സ് ചെയ്ത് ഞെക്കിയാലും ഈവൻ ആഫ്റ്റർ ദ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ some air will be left out in the lungs. Some air will be left out in the lungs. Okay, അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നോർമലി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.2 ലിറ്റർ. അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് ഇവിടെ ഞാൻ പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1.2 ലിറ്റർ. അതായത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഞെങ്ങുന്ന പോലെ ലങ്സിൽ നമ്മൾ മാക്സിമം എക്സ്പയർ ചെയ്താലും കുറച്ച് വോളിയം ഓഫ് എയർ വിൽ ബി ലെഫ്റ്റ് ഔട്ട് ഇൻ ദ ലങ്സ്. എന്തുകൊണ്ടാ കുറച്ച് വോളിയം ഓഫ് എയർ നമ്മുടെ ലങ്സിൽ തന്നെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അറിയാമോ? എന്തുകൊണ്ടാ നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? എക്സ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? പ്രഷർ കൂടുക ചെയ്യുന്നത്. പ്രഷർ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ക്ലോസസ് ദ സ്മോൾ എയർവേസ്. ചെറിയ എയർവേനെ പ്രഷർ കൂടുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് ലങ്സിനകത്ത് പ്രഷർ കൂടുമ്പോൾ ചെറിയ എയർവേസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ആ ക്ലോസ് ആവുന്ന സമയത്ത് എയർ ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻസൈഡ് ദ സ്മോൾ എയർവേസ്. എയർ ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻ ദ
small airways. Small airways. ഓക്കെ, അത് നോർമൽ മെക്കാനിസം ആണ്. കാരണം അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ലങ്സ് വിൽ കൊളാപ്സ്. ഓക്കെ, അതായത് പ്രഷർ കൂടുമ്പോൾ ചെറിയ എയർവേസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്ത് കുറച്ച് എയർ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ സ്മോൾ എയർവേസ്. ആ എയറിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വോളിയം cannot be measured through spirometry, and the residual volume is the one which prevents the lung from collapse during forceful expiration. അടുത്ത MCQ ക്വസ്റ്റ്യന് ചോദിക്കുന്ന ഏത് സാധനമാണ് ലങ്സിനെ കൊളാപ്സ് ചെയ്യാതെ എപ്പോ ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ലങ്സിനെ കൊളാപ്സ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്നത് എന്താണ് എന്ന് അടുത്ത MCQ ചോദിച്ചത് എന്താണ്? റെസിഡ്യുവൽ വോളിയം ആണ്. കാരണം എന്താ? ലങ്സിനകത്ത് കുറച്ച് എയർ നിൽക്കുന്നതുകൊണ്ടാണ് ലങ്സ് കൊളാപ്സ്ഡ് ആയി പോകാത്തത്, അല്ലെങ്കിൽ ലങ്സിന്റെ ചുരുങ്ങി പോവാ സമയം കൊണ്ട്. ഓക്കെ, അപ്പം ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ക്വസ്റ്റ്യൻ വരണം. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന്റെ സമയത്ത് ലങ്സിനെ കൊളാപ്സ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്ന ആരാണ്? റെസിഡ്യുവൽ വോളിയം. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ റെസിഡ്യുവൽ വോളിയം എന്താണെന്ന് അറിയാം. റെസിഡ്യുവൽ വോളിയം cannot be measured through spirometry. That is important MCQ. Then as the pressure increases, small airways can close ചെയ്തിട്ട് air gets trapped inside it. അതുകൊണ്ട് തന്നെ it prevents the lung from collapsing. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയ, റെസിഡ്യുവൽ വോളിയത്തിന്റെ ഏരിയ. പിന്നുള്ളത് കപ്പാസിറ്റീസ്. അപ്പൊ ലങ് വോളിയംസ് കഴിഞ്ഞു. ഇൻസ്പിറേറ്ററി വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, റെസിഡ്യുവൽ വോളിയം. ഇനി അടുത്തത് കപ്പാസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കപ്പാസിറ്റീസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ടു വോളിയംസിനെയാണ് നമ്മൾ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. ടു ഓർ മോർ വോളിയംസ്, രണ്ടിൽ കൂടുതലാകാം രണ്ടും ആകാം, അതിനെ നമ്മൾ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഇസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഫസ്റ്റ് വൺ ഇസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കപ്പാസിറ്റി, അതാണ് നോക്കുന്നത്. ദാറ്റ് ഇസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 to 3.5 ലിറ്റർ. Then coming into expiratory capacity. Expiratory capacity. Expiratory capacity എന്താണ്? Which is equal to tidal volume plus expiratory reserve volume. അതാണ് which is equal to 1.8 to 2 liter. Okay. In next, very important, that is functional residual capacity. Functional residual capacity. എന്താണ് functional residual capacity? It is the air left in the lungs after normal expiration. Very important. Air left in the lungs after normal respiration. So what is the difference between functional residual capacity and residual volume? എന്താണ് ഡിഫറൻസ്? functional residual capacity is also the air left in the lungs. അപ്പം residual volume ഇതും തമ്മിൽ എന്താണ് ഡിഫറൻസ്? എന്താണ് functional residual capacity and residual volume തമ്മിലുള്ള ഡിഫറൻസ്? പോസ്റ്റ് എക്സ്പിറേഷന് ശേഷമുള്ളത് റെസിഡ്യുവൽ വോളിയം. ഇതും പറഞ്ഞല്ലോ, നോർമൽ എക്സ്പിറേഷനിലാണെങ്കിലും റെസിഡ്യുവൽ കപ്പാസിറ്റി ആണ്. capacity. Whereas residual volume is the air left in the lungs after forceful expiration. അവിടെ നോർമൽ ആണെങ്കിൽ ഇവിടെ ഫോഴ്സ്ഫുൾ, അതാണ് ഡിഫറൻസ്. രണ്ടും എക്സ്പിറേഷന് ശേഷമുള്ള എയർ ആണ്, പക്ഷെ മറ്റേതില് നോർമലും വേറാസ് ഫോഴ്സ്ഫുൾ ആണെങ്കിൽ അത് റെസിഡ്യുവൽ വോളിയം ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ സമയത്ത് എന്താണ് കൊളാപ്സ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. സോ നോർമൽ റെസ്പിറേഷന് ശേഷമുള്ളത് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയും, പക്ഷെ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന് ശേഷമുള്ളത് എന്താണ്? റെസിഡ്യുവൽ വോളിയം. ഓക്കെ, സോ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും? ഇസ് ഈക്വൽ ടു നോർമൽ റെസ്പിറേഷൻ ആണ്. അപ്പൊ ബാക്കി എന്തൊക്കെ കാണും അതിൻ്റെ അകത്ത്?
റെസിഡ്യുവൽ വോളിയം കാണും പ്ലസ് ERV. എന്തുകൊണ്ട് ERV വന്നു? എന്തുകൊണ്ട് ERV വന്നു അവിടെ അറിയാമോ? എന്തുകൊണ്ട് അവിടെ ERV വന്നു? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എയർ ലെഫ്റ്റ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്തുവാ ഉദ്ദേശിക്കുന്നത്? ആഫ്റ്റർ നോർമൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? ടൈഡൽ വോളിയം. യെസ്, ടൈഡൽ വോളിയത്തിനേക്കാൾ കൂടുതൽ എക്സ്പയർ ചെയ്യുന്ന സാധനമല്ലേ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. സോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ലങ്സിന്റെ അകത്ത് തന്നെ ഉണ്ട്. കാരണം നോർമൽ എക്സ്പിറേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ദാറ്റ് ഇസ് ടൈഡൽ വോളിയം മാത്രമേ പുറത്തോട്ട് പോയിട്ടുള്ളൂ. സോ FRC is equal to residual volume which is left in the lungs because of ഫോഴ്സ്ഫുള്ളി മാത്രമേ അത് പുറത്തോട്ട് കളയാൻ പറ്റൂ. ഓൾസോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി ചേർന്നിട്ടാണ് functional residual capacity. Very, very important. Functional residual capacity is equal to volume of the air left in the lungs after forceful expiration plus extra volume of air expired അല്ലെങ്കിൽ after normal respiration. That is very, very important. FRC is equal to RV plus ERV. അപ്പോൾ FRC spirometry കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ FRV spirometry കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? No, കാരണം residual FRC also cannot be measured through spirometry. Cannot be measured. കാണാണ്ട് പഠിക്കാതെ ബേസ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ബൈഹാർട്ടേണ്ട ആവശ്യമില്ല. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ റെസ്പിറേഷൻ ശേഷമുള്ള എയർ ലെഫ്റ്റ് ഔട്ട് ഇൻ ദ ലങ്സിനെ നമ്മൾ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെസിഡ്യുവൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ലങ്സിന്റെ അകത്ത് തന്നെയുണ്ട്. സോ ദാറ്റ് ഇസ് FRC is equal to ERV plus RV, which is approximately equal to 2.5 liter. Clear? Okay. ഇനി അപ്പൊ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. Air left out in the lungs after air, നിങ്ങൾ തന്നെ ഇത് എഴുതിയെടുത്തോളൂ. Air left out in the lungs after നോർമൽ റെസ്പിറേഷന് ശേഷം ലങ്സിനകത്ത് എന്തൊക്കെ കാണും? നോർമൽ റെസ്പിറേഷന് ശേഷം റെസിഡ്യുവൽ വോളിയം കാണും, എക്സ്പിറേറ്ററി റിസർവ് FRC ആണ് കാണുന്നത്. Whereas air left out in the lungs after forceful respiration, ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും കാണുക? റെസിഡ്യുവൽ വോളിയം. ദിസ് ഇസ് ദ ബേസ്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ബേസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി അപ്പം ഈ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി സ്പൈറോമെട്രി വഴി മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യേണ്ടേ? ദാറ്റ് ഇസ് MCQ. Another MCQ. FRC can be estimated using helium dilution method. Or single breath nitrogen washout method or Fowler's method. WL ഉണ്ട്. അപ്പം FRC can be measured using helium dilution method, single breath washout method or Fowler's method. ഇത് അടുത്ത MCQ ആണ്. ഇനി വേറൊരു MCQ ഉണ്ട്. In obstructive condition, functional residual capacity is given by obstructive conditionൽ helium dilutionോ single breath method വഴിയോ നമുക്ക് FRC കിട്ടത്തില്ല. Whereas in obstructive condition, FRC is given by plethysmography. That is also an MCQ. FRC is given by plethysmography.
FRC in obstructive condition is given by plethysmography. Okay. അടുത്തത് നമുക്ക് vital capacity. Vital capacity എന്ന് പറയുന്നത് എന്താ? It is a maximum inspiration followed by maximum expiration. It is a maximum inspiration followed by maximum expiration. Inspiration maximum inspire ചെയ്യുന്നുണ്ട്, maximum expiration ചെയ്യുന്നുണ്ട്. So the vital capacity depends on, ഇത് MCQ ആണ്, it depends on respiratory muscle strength, അത്രയും maximum ആയിട്ട് ഇൻസ്പയർ ചെയ്യാനും എക്സ്പയർ ചെയ്യാനും പറ്റണ്ടേ. And it also depends upon lung compliance. Compliance ആണ് എന്താ? What do you mean by the term compliance? Ability to expand. Yes, it is just stretchability of the lungs. Okay. So vital capacity is a maximum inspiration followed by expiration, and it depends upon respiratory muscle strength, lung compliance. Okay. അപ്പോൾ vital capacity എന്ന് പറയുമ്പോൾ maximum inspiration എന്ന് പറഞ്ഞാൽ എന്താ? Tidal volume plus inspiratory reserve volume. Expiration എന്ന് പറയുമ്പോൾ എത്രയാണ്? Expiratory reserve volume. ഇതിനെയാണ് നമ്മൾ vital capacity എന്ന് പറയുന്നത്. ഈ ഫോർമുലാസ് ചിലപ്പോൾ ചോദിക്കാം. Okay. Vital capacity is tidal volume plus inspiratory reserve volume plus expiratory reserve volume. Normal value എത്രയാണ്? മെയിൽസിലാണ് കൂടുതൽ. മെയിൽസിൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 4.8 ലിറ്റർ. അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഫീമെയിൽസിൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 3.2 ലിറ്റർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഫീമെയിൽസിൽ വൈറ്റൽ കപ്പാസിറ്റി കുറവ്? വൈറ്റൽ കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ റെസ്പിറേറ്ററി മസിൽ സ്ട്രെങ്ത് പറഞ്ഞല്ലോ. ഫീമെയിൽസിന് മസിൽ മാസ് കുറവാണ് ആൻഡ് ഓൾസോ ഡ്യൂ ടു സ്മോളർ തൊറാക്സ്. തൊറാക്സ് ചെറുതാണ് ആൻഡ് ഓൾസോ ദ മസിൽ. അതുകൊണ്ടാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇസ് സ്മോൾ ഇൻ ദ കേസ് ഓഫ്, അല്ലെങ്കിൽ ലെസ് വെൻ കമ്പയർഡ് ടു മീ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇവിടെ വരെ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി റെഡ്യൂസ്ഡും ഇൻക്രീസ്ഡും ആവുന്ന കണ്ടീഷൻ ഫിസിയോളജിക്കലും ഉണ്ട്, പാത്തോളജിക്കലും. ഓക്കെ, അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും മനസ്സിലോർത്തണം. മസിൽ സ്ട്രെങ്തിനും ലങ്സിന്റെ സ്ട്രെച്ചബിലിറ്റി. ഇറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. ഫിസിയോളജിക്കലി അത് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫീമെയിൽസ്, കാരണം സ്മോളർ തൊറാക്സ്, സ്മോളർ മസിൽ സ്ട്രെങ്ത്. കുട്ടികളിൽ സ്മോളർ തൊറാക്സ്. ദെൻ ഓൾഡ് പീപ്പിൾ, വയസ്സായവരുടെ ലങ്സിന്റെ മസിൽ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. പിന്നെന്തുകൊണ്ടാ? ഷോർട്ട് സ്റ്റാച്ചർ, പൊക്കം കുറഞ്ഞവർക്കും തൊറാക്സ് ചെറുതായിരിക്കില്ലേ? അങ്ങനെയുള്ളവർക്കും വൈറ്റൽ കപ്പാസിറ്റി ഫിസിയോളജിക്കലി കുറവായിരിക്കും. പിന്നല്ലാതെ പ്രഗ്നന്റ് ലേഡീസിന് വൈറ്റൽ കപ്പാസിറ്റി കുറവായിരിക്കും. എന്തുകൊണ്ടാ? പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഡയഫ്രം മുകളിലോട്ട് പുഷ് ചെയ്തിട്ട്, ഡയഫ്രം വിൽ ബി പുഷ്ഡ് അപ്വേർഡ്സ് അല്ലേ? ഇറ്റ് വിൽ ബി പുഷ്ഡ് അപ്വേർഡ്സ്. അപ്പം തൊറാക്സിന്റെ സൈസ് എന്ത് സംഭവിക്കും? സൈസ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. പ്രഗ്നന്റ് ലേഡീസിന് കപ്പാസിറ്റി കുറവായിരിക്കും. ദെൻ ഒബീസിറ്റി, വണ്ണം ഉള്ളവർക്കും വൈറ്റ്. അതുകൊണ്ടാണ് ശരിക്കും വണ്ണം ഉള്ളവർക്ക് കിതപ്പ് വരുന്നത്. വൈറ്റൽ കപ്പാസിറ്റി കുറവാണ് അവരുടെ. ഓക്കെ, ഒബീസിറ്റി. ദെൻ ഓൾസോ സുപ്പൈൻ പോസ്റ്റർ. കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡയഫ്രത്തിന് എന്താ സംഭവിക്കുന്നത് കിടക്കുമ്പോൾ? സെയിം ലൈക്ക് എ പ്രഗ്നന്റ് ലേഡി, ഡയഫ്രം വിൽ ഗോസ് അപ്വേർഡ്സ്. Diaphragm goes upwards. Okay. So vital capacity reduce ചെയ്യുന്ന ഫീമെയിൽസില്, ചിൽഡ്രൻ, ഓൾഡ് പീപ്പിൾ, ഷോർട്ട് സ്റ്റാച്ചർ, pregnant ladies, കാരണം എന്താ? diaphragm will be pushed upwards and thorax size will be reduced. Then obesity, supine posture, കിടക്കുമ്പോൾ നമ്മുടെ diaphragm എപ്പോഴും മുകളിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് vital capacity will be reduced. Whereas
വൈറ്റൽ കപ്പാസിറ്റി ഡിസീസ് കണ്ടീഷൻ, അതായത് ഫിസിയോളജിക്കൽ അല്ല പാത്തോളജിക്കലി കുറയുന്ന കണ്ടീഷൻസ് ആണ് നമ്മുടെ MCQല് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജിക്കലും ചോദിക്കാം ഏതൊക്കെ കണ്ടീഷനിലാണ് കുറഞ്ഞിരിക്കണേ. നമ്മൾ എപ്പോഴും വൈറ്റൽ കപ്പാസിറ്റി ബേസ് പഠിച്ച് നമ്മൾ എന്ത് കണ്ടീഷൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും, കുറയാണോ കൂടുതലാണോ നമുക്ക് അറിയാൻ പറ്റും. ഇനി റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസസിലാണെങ്കിൽ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിൽ എല്ലാ വോളിയൂംസും എല്ലാ കപ്പാസിറ്റീസും പോവാറായിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കാം. ഓൾ വോളിയൂംസ് ആൻഡ് ഓൾ കപ്പാസിറ്റീസ് ആർ പുവർ. എന്തുകൊണ്ടായിരിക്കും റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസസിൽ? ഡ്യൂ ടു പുവർ കംപ്ലയൻസ് അല്ലെങ്കിൽ പുവർ സ്ട്രക്ചബിലിറ്റി. ലങ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, ലങ്സിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സോ all the volumes and all the capacities will be reduced. Whereas in the case of obstructive lung disease, എന്താണ് ഇവിടെ പ്രശ്നം? ഒബ്സ്ട്രക്ഷൻ ആണ് ഇവിടെ എയർവേയിൽ. സോ നാരോഡ് എയർവേ ഇസ് ദ പ്രോബ്ലം. എയർവേ നാരോ ആയതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ lungs will be normal. Here lungs will be normal. മനസ്സിലായോ? സോ ലങ്സ് എന്ന് പറയുമ്പം ലങ്സ് നോർമൽ ആണ്. സോ ലങ്സിന് മര്യാദയ്ക്ക് സ്ട്രെച്ച് ചെയ്യാം. ലങ്സിന് കംപ്ലൈന്റ് ആണ്. മസിൽസിന് പ്രശ്നമൊന്നുമില്ല, മസിൽസ് ഓക്കെയാണ്. അപ്പം ഇവിടെ വൈറ്റൽ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഇറ്റ് വിൽ ബി നോർമൽ ഓർ will be reduced. Vital capacity reduced ആയിരിക്കും. എന്തുകൊണ്ട് reduced ആവുന്നത്? Due to air trapping, like emphysema. എംഫൈസീമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി എയർ ട്രാപ്പ് ചെയ്ത സ്ഥലത്തോട്ട് പിന്നെ എയർ കയറാൻ പറ്റില്ല. സോ വൈറ്റൽ കപ്പാസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്. ഓക്കെ. ഇൻ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസസിൽ എല്ലാ കപ്പാസിറ്റീസും എല്ലാ വോളിയൂംസും കുറവായിരിക്കും, കാരണം ഡ്യൂ ടു പുവർ സ്ട്രെച്ചബിലിറ്റി. പക്ഷെ ഒബ്സ്ട്രക്റ്റീവിന്റെ കേസസിൽ എയർവേസിലാണ് പ്രശ്നം. എയർവേസ് വിൽ ബി നാരോ. ലങ്സിന് അവിടെ ഒരു പ്രശ്നമില്ല. സോ ലങ്സ് കംപ്ലൈന്റ് അല്ലെങ്കിൽ ലങ്സ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലങ്സിന്റെ മസിൽസിന് ഒരു കുഴപ്പമില്ല. സോ വൈറ്റൽ കപ്പാസിറ്റി വിൽ ബി നോർമൽ. ഇൻ സം കേസസ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. റെഡ്യൂസ്ഡ് ആവുന്ന കണ്ടീഷൻ എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എയർ ട്രാപ്പിംഗ് ഇൻ ദ കേസ് ഓഫ് എംഫൈസീമ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫ്ലോ റേറ്റിനെയാണ്. ഫ്ലോ റേറ്റ് ക്വസ്റ്റ്യനിൽ വന്നിരുന്നല്ലോ, പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ റേറ്റ്. ഇത് ഓർത്ത് വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു പാർട്ട് പറയുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് ഫ്ലോ റേറ്റ്, പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ റേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. എ എന്നൊരു വ്യക്തിയുണ്ട്, ബി എന്നൊരു വ്യക്തിയുണ്ട്. ഓക്കെ, അവർക്ക് കന്യാകുമാരി വരെ പോകണം. ഓക്കെ, സേ ദ ഡിസ്റ്റൻസ് ഇസ് 300 കിലോമീറ്റർ. സപ്പോസ് ഡിസ്റ്റൻസ് ഇസ് 300 കിലോമീറ്റർ. അപ്പം രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഇസ് സെയിം. ഓക്കെ, ഡിസ്റ്റൻസ് ഇസ് സെയിം. പക്ഷേ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. ഒരാള് ട്രിവാൻഡ്രം സപ്പോസ്, ഒരാള് എറണാകുളം സപ്പോസ്. ഓക്കെ, ഒരാൾക്ക് ട്രാഫിക് ജാം ഉണ്ട്, ഒരാൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരാൾക്ക് ട്രാഫിക് ജാം ഉണ്ട്, ഒരാൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോ ഈ രണ്ടു പേരുടെയും, എ എന്നൊരു വ്യക്തിക്കും ബി എന്ന വ്യക്തിക്കും ഉണ്ട്. എക്ക് ട്രാഫിക് ജാം ഇല്ല. അപ്പൊ when compared to B, അയാൾ രണ്ടുപേരും കാറിലാണ് പോകുന്നതെന്ന് വെച്ചാൽ when compared to B, എയുടെ സ്പീഡ് എങ്ങനെയായിരിക്കും? രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിൽ പോകും. ബിക്ക് ട്രാഫിക് ജാം ഉണ്ട്, എക്ക് സ്പീഡിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ സ്പീഡ് എങ്ങനെയായിരിക്കും? പോകുന്ന സ്പീഡ്
നോർമൽ സ്പീഡിൽ പോയാൽ നോർമൽ സ്പീഡ്. മറ്റേ ഡിക്കോ സ്പീഡ് എന്ത് സംഭവിക്കുന്നു? ട്രാഫിക് ജാം അല്ലേ, എഴഞ്ഞ് പോകാൻ പറ്റും. അപ്പൊ സ്പീഡ് വിൽ ബി റെഡ്യൂസ്ഡ്. ആണോ? ആണോ? അതെ. ഓക്കെ. ടൈമോ? ടൈം എടുക്കുന്നത് എക്ക് ടൈം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ടൈം എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ കുറവായിരിക്കും. പക്ഷെ ഇവിടെയാണെങ്കിലോ ടൈം കൂടുതൽ എടുക്കില്ലേ? ട്രാഫിക് ജാമിൽ കിടക്കുവാണ്. അപ്പം കൂടുതൽ ടൈം എടുക്കും എത്താനായിട്ട്. അപ്പൊ ഈ ട്രാഫിക് ജാം ഉള്ള ഒരാളാണ് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉള്ളത്. ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസിൽ എയർവേയുടെ അവിടെ ഒബ്സ്ട്രക്ഷൻ ആണ്, അപ്പോ ട്രാഫിക് ജാം ആണ്. അപ്പം അയാൾക്ക് ഈവൻ ദോ ലങ്സ് രണ്ട് എയറിനും ലങ്സിലാണ് എത്തേണ്ടതെങ്കിലും ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉള്ള ഒരാളുടെ എയർ എങ്ങനെ ലങ്സിൽ പോവും? പയ്യെ പയ്യെ മാത്രമേ, സ്പീഡ് കുറവായിരിക്കും, കൂടുതൽ സമയം എടുക്കും എയർ ലങ്സിലോട്ട് എത്താൻ വേണ്ടി. ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസിൽ ഫ്ലോ ചെയ്യുന്ന റേറ്റ് എങ്ങനെയായിരിക്കും? ഇൻ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എയർ ഫ്ലോ റേറ്റ് എങ്ങനെയായിരിക്കും? എയർ ഫ്ലോ ചെയ്യുന്ന റേറ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവ്. Exactly. That is, peak expiratory flow rate will be reduced in the case of obstructive lung disease. പക്ഷേ ഇവിടെ വൈറ്റൽ കപ്പാസിറ്റി വിൽ ബി എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ലങ്സിന് പ്രശ്നമൊന്നുമില്ല. വൈറ്റൽ കപ്പാസിറ്റി വിൽ ബി നോർമൽ. whereas in the case of എന്താ ഒരു റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിലാണെങ്കിലോ, റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്? എല്ലാ കപ്പാസിറ്റീസും കുറഞ്ഞായിരിക്കും ഇരിക്കുക. ഓക്കെ. അപ്പം ഈ ഒബ്സ്ട്രക്റ്റീവില് ഫ്ലോ റേറ്റ് കുറവാണെന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? അവിടെ ട്രാഫിക് ജാം ആണ്, അവിടെ പയ്യെ പയ്യെ എഴയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡ് കുറവാണ്, ഫ്ലോ റേറ്റ് കുറവാണ്, കൂടുതൽ ടൈം എടുക്കും. ഓക്കെ. റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസസിലാണെങ്കിൽ റെസ്ട്രിക്റ്റീവ് എങ്ങനെയാണ്? അവിടെ ട്രാഫിക് ജാം ഒന്നും ഇല്ല. ദാറ്റ് ഇസ് there will be സ്ക്രീൻ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. പോയോ? ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ക്ലിയർ. ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ് ട്രാഫിക് ജാം ഉള്ള ഒരാള്, അവിടെ ഫ്ലോ റേറ്റ് കുറവാണ്. വെറാസ് ഇൻ ദ കേസ് ഓഫ് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് അവിടെ എയർവേക്ക് പ്രശ്നമൊന്നുമില്ല. സോ നോർമൽ ഫ്ലോ റേറ്റ് ആണ്. ഫ്ലോ റേറ്റ് വിൽ ബി നോർമൽ flow rate. That is, peak expiratory flow rate will be normal in the case of restrictive lung disease, and time will also be normal. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? vital capacity എന്തായിരിക്കും? will be reduced. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിൽ? കാരണം ലങ്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ കപ്പാസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്. ഓക്കെ. ഈ ടൈം പറയാൻ കാരണം ഈ ടൈം ചെയ്തിട്ടാണ് നമ്മൾ ടൈംഡ് വൈറ്റൽ കപ്പാസിറ്റി TVC അല്ലെങ്കിൽ FEV1 എന്നൊക്കെ പറയും. ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം ഇൻ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് എന്ന് പറയില്ലേ? ആ ടൈം റെസ്ട്രിക്റ്റീവിന് നോർമൽ ആയിരിക്കും, വേറെ ഒബ്സ്ട്രക്റ്റീവിന് കൂടുതലായിരിക്കും. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ എങ്ങനെ പറയാം?
In obstructive lung disease എന്താണ് flow rate is reduced and time is more, time കൂടുതൽ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ forced expiratory volume എങ്ങനെയായിരിക്കും more time is taken to expire, so flow rate is reduced. So forced expiratory volume in first second will be reduced. ആദ്യത്തെ സമയത്തിൽ ഫ്ലോ റേറ്റ് എങ്ങനെയായിരിക്കും കുറവായിരിക്കും. FeV1 will be reduced. ഇനി FeV1 80% ആണെങ്കിൽ അല്ല ലെസ് ദാൻ 80% ആണെങ്കിൽ മൈൽഡ് ഒബ്സ്ട്രക്ഷനേ ഉള്ളൂ. ഇഫ് ഇറ്റ് ഇസ് 50% moderate obstruction, and if it is less than 30% severe obstruction ഉണ്ട്. Okay. Normally FeV1 എത്ര വരണം 75 to 80 ആണ് normal. Normal is 75 to 80. Clear? പക്ഷേ റെസ്പിറേറ്ററി ലങ് ഡിസീസിലാണെങ്കിലോ റെസ്പിറേറ്ററി ലങ് ഡിസീസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിടത്ത് പ്രത്യേകം എഴുതിയേക്കണേ. റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിലാണെങ്കിൽ ഫോഴ്സ് എക്സ്പ്രഷൻ will be normal or it will be increase. പെട്ടെന്ന് എത്തുകയും ചെയ്യും. It will be normal or increase. അതുകൊണ്ട് തന്നെ next MCQ question. Best investigation to differentiate obstructive lung disease from restrictive lung disease is ഏതാണ് FeV1 percentage. It is the best investigation to differentiate obstructive lung disease from restrictive lung disease. Okay. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസിന് തന്നെ. അപ്പൊ ആ മറ്റേ ക്വസ്റ്റ്യനില് നമുക്ക് ഇനി ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതിനകത്തൊന്ന് നോക്കിയേ. ബ്രോങ്കിയൽ ആസ്മ ഏതാണ് കണ്ടീഷൻ? ഒബ്സ്ട്രക്റ്റീവ് ആണോ അതോ റെസ്ട്രിക്റ്റീവ് ആണോ? ഒബ്സ്ട്രക്റ്റീവിലെ പീക്ക് ഫ്ലോ റേറ്റ് റെഡ്യൂസ്ഡ്, അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഫ്ലോ റേറ്റ് എന്താണ്? ട്രൂ ആണ്. FeV കുറഞ്ഞു, ട്രൂ ആണ് ഫാൾസ് ആണ്? ട്രൂ ആണ്. FeV1 by FVC റേഷ്യോ കൂടി, ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. FeV1 by FVC റേഷ്യോ അപ്പോഴോ? ഇത് കുറവാണോ കൂടുതലായിട്ടാണോ വരിക? ബ്രോങ്കിയൽ ആസ്മയില് കുറയും. എങ്ങനെ വരും റേഷ്യോ? റെഡ്യൂസ്ഡ് FeV1 by FVC വരുമ്പോ എന്ത് വരും? ന്യൂമറേറ്റർ കുറവാണ് വെൻ കമ്പയർഡ് ടു ഡിനോമിനേറ്റർ. അപ്പൊ വാല്യൂ കുറയോ കൂടുവോ? കുറയും. 4/2 ആണോ 2/4 ആണോ വരുന്നത്? 4/2 ആണോ 2/4 ആണോ വലുത്? 4/2. ഇവിടെ FeV1 കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പം വാല്യൂ വിൽ ബി റെഡ്യൂസ്ഡ്. എന്താ വരിക? A, B and B are the correct answer. A, B and B are the correct answer. Clear?
A, B and D are ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അതിൻ്റെ അകത്ത് ഇനി 2-3 കാര്യങ്ങൾ റെസ്പിറേഷനിൽ പറയാനുണ്ട്. അത് ഈ ഒരു ക്വസ്റ്റിനും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. The dietary factor which is not associated with increased risk of nephrolithiasis. സ്റ്റോൺ ഉണ്ടാവാനായിട്ട് കൂടുതൽ കാരണം ഇത് ഏത് ഡയറ്റ് ആണ്? നോക്കി, അനിമൽ പ്രോട്ടീൻ, ഓക്സലേറ്റ്, സോഡിയം ആൻഡ് ഫൈറ്റേറ്റ്. ഏതാണ് ആൻസർ? സോഡിയം. സോഡിയം എന്ന് പറയുന്ന ഒരാള്, ബാക്കിയുള്ളത് ഓക്സലേറ്റ്. ഓക്സലേറ്റ് സ്റ്റോൺസ് ഉണ്ടല്ലോ വിച്ച് ഇസ് നോട്ട് അസോസിയേറ്റഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫൈറ്റേറ്റ്. ഫൈറ്റേറ്റ് ആണ് ആൻസർ. എന്തുകൊണ്ടാ? അനിമൽ പ്രോട്ടീനും സ്റ്റോൺ ഉണ്ടാക്കും, ഹൈ സോൾട്ട് ഡയറ്റും സ്റ്റോൺ ഉണ്ടാക്കും, വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷനും സ്റ്റോൺ ഉണ്ടാക്കും, ഓക്സലേറ്റ് റിച്ച് ഫുഡ് സച്ച് ആസ് സ്പിനാച്ചും സ്റ്റോൺ ഉണ്ടാക്കും. ക്ലിയർ? അപ്പൊ ഇത്രയും സ്റ്റോൺ ഉണ്ടാക്കുന്നതിൽ അനിമൽ പ്രോട്ടീനും ഓക്സലേറ്റ്, മിക്കതും സോഡിയം കുത്തും. ഉപ്പ് കഴിച്ചാൽ എങ്ങനെ കല്ല് വരുന്ന, എക്സസ് സോഡിയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റോൺ ഉണ്ടാവാം. ഓക്സലേറ്റ്, അതായത് ചീരയൊക്കെ കൂടുതൽ കഴിച്ചിട്ട് നമുക്ക് സ്റ്റോൺ ഉണ്ടാകാം. അനിമൽ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാലും നമുക്ക് സ്റ്റോൺ ഉണ്ടാകാം. ആകെ റീസൺ വിച്ച് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് നെഫ്രോലിത്തിയാസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫൈറ്റേറ്റ്. ഓക്കെ. എന്തുകൊണ്ടാണ്? ഫൈറ്റേറ്റ് ഫോംസ് ഇൻസോളബിൾ കോംപ്ലക്സസ് വിത്ത് കാൽഷ്യം. കാൽഷ്യമായിട്ട് ഈ ഫൈറ്റേറ്റ് ഒരു കോംപ്ലക്സ് ഉണ്ടാവും വിച്ച് ഇസ് നോട്ട് സോളബിൾ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ കാൽഷ്യം അബ്സോർപ്ഷൻ ആൻഡ് യൂറിനറി കാൽഷ്യം എക്സ്ക്രീഷൻ. കാൽഷ്യത്തിനെ ഈ ഫൈറ്റേറ്റ് അബ്സോർബ് ചെയ്യും ആൻഡ് വിച്ച് റെഡ്യൂസസ് ദ റിസ്ക് ഫോർ സ്റ്റോൺ ഫോർമേഷൻ. അതുകൊണ്ടാണ് ഫൈറ്റേറ്റ് റിച്ച് ഫുഡ് റെഡ്യൂസസ് സ്റ്റോൺ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Calcium stones are the most common stones. Okay, calcium stones are the most common stone and they are found in up to 90%. 90% of the stones in calcium stone ആണ്. They are more common in men between the age of 20 to 30 years. It may range from very small particle often called as sand or gravel to giant staghorn calculi വരെ വേണമെങ്കിലും ആകാം. Calcium can combine with other substances such as oxalate, phosphate or carbonate to form stone. ഇതിൽ MCQ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് കോമൺ സ്റ്റോൺ കാൽഷ്യം. ഇനി കാൽഷ്യത്തിന്റെ എന്താ പറയാ, ഏതൊക്കെയായിട്ട് കമ്പൈൻ ചെയ്യാം? ഓക്സലേറ്റും ഫോസ്ഫേറ്റും കാർബണേറ്റും ആയിട്ട്. കോമൺ ഇൻ ഏജ് ഗ്രൂപ്പ്, മിക്കവാറും മോസ്റ്റ് കോമൺ ഒക്കെ ചോദിക്കുന്നത് UPSC ക്കാണ് കൂടുതലും മോസ്റ്റ് കോമൺ ചോദിക്കുന്നത്. ഏജ് ഗ്രൂപ്പ് 20 to 30 ആണ് മോസ്റ്റ് കോമൺലി കാണുന്നത്. ഓക്കെ. ഇനി ഓക്സലേറ്റ് ആണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ സ്റ്റോൺ. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ സ്റ്റോൺ ചിലപ്പം ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് മോസ്റ്റ് കോമൺ ചോദിക്കാതെ സെക്കൻഡ് മോസ്റ്റ് കോമൺ സ്റ്റോൺ ഏതെന്ന് ചോദിക്കാനാണ് താല്പര്യമെങ്കിൽ ദാറ്റ് ഇസ് ഓക്സലേറ്റ്. ഓക്കെ. അതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് വൈറ്റമിൻ സി ഫുഡ് സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക്, എക്സസ് ആയിട്ട് ഓക്സലേറ്റ് റിച്ച് ഫുഡ് എടുക്കുന്നവർക്കൊക്കെ വരുന്നതാണ് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ മറ്റേ റെസ്പിറേഷനിലെ ബാക്കിയുള്ള 2 കാര്യം കൂടി പറയാം. ആസ് പെർ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് DXA സ്കാൻ ഫൈൻഡിംഗ് ക്വാളിഫൈസ് ആസ് എ ഡെഫിനിഷൻ ഓഫ് ഓസ്റ്റിയോപോറോസിസ്? എപ്പോഴും ഡെക്സ ആണ്, DEXA ആണ്, ഡെക്സ ആണ്, ഈ വിട്ടുപോയിരുന്നത്. ഡെക്സ സ്കാൻ ഫൈൻഡിങ്സിൽ ഓസ്റ്റിയോപോറോസിസിന്റെ സ്കോർ എത്രയെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഡെക്സയ്ക്കകത്ത് 2 സ്കോർ ഉണ്ട്, T സ്കോറും Z സ്കോറും. T സ്കോർ എന്ന് പറയുന്നത് ഇറ്റ് കമ്പയർസ് യുവർ റിസൾട്ട് ടു ഹെൽത്തി യങ് അഡൽട്ട് ഏജ്. ഇത് ഓർക്കാൻ എളുപ്പം എന്ന് പറയുന്നത് Tക്ക് മുകളിൽ ഒരു വരയുള്ളൂ, ഇസഡിനകം 2 സിമിലർ വരയുണ്ട്. അതായത് സിമിലർ ഏജിലുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഇസഡ് എന്ന് ആലോചിക്കുക. T എന്ന് പറയുന്നത് ഒരു വര മാത്രമേ ഉള്ളൂ, അപ്പോൾ വേറെ ഏതോ ഒരു ഏജ് ഗ്രൂപ്പുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. T compares your result to a healthy young adult of 20 to 35 years, whereas Z score compares your result to a person of the same gender and age as yourself. 2 സൈഡും ഒരേ ഈക്വൽ ലെങ്ത് ലൈൻ ആയതുകൊണ്ട് സെയിം ജെൻഡറിൽ. ഓക്കെ. ഇമ്പോർട്ടൻറ്റ്, നോർമൽ വാല്യൂ ഈസ് 0. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും 0 ആണ് നോർമൽ വാല്യൂ എന്ന് വിചാരിക്കില്ല. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ്
the value is less than minus 2.5, it may indicate osteoporosis. Less than minus 2.5 is osteoporosis, and minus 1.5 to minus 2.4 റേഞ്ചിലാണെങ്കിൽ that it indicate osteopenia. Minus 1.5 to minus 2.4 ആണെങ്കിൽ it indicates osteopenia. Okay. Second ആണ് സ്കോർ. ഇതിന്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. 0 നോർമൽ ആണ്, അതായത് 0% പോലും ബോൺ ലോസ് ആയിട്ടില്ല. -1 ആണെങ്കിൽ 10% ബോൺ ലോസ് ഉണ്ട്, ഓസ്റ്റിയോപീനിയ ആണ് പറയുന്നത്. -2 ആണെങ്കിൽ 20% ലോസ് ഉണ്ട്. -2.5 ആണെങ്കിൽ 25% ഓസ്റ്റിയോപോറോസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് -2.5 ഓസ്റ്റിയോപോറോസിസ് ആണെങ്കിൽ 25% ബോൺ ലോസ് ഉണ്ട്. -3 ആണെങ്കിൽ 30% and -4 ആണെങ്കിൽ സിവിയർ ഓസ്റ്റിയോപോറോസിസ് ആണ്. -4 സിവിയർ ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ. ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി ഇത് ഇപ്പോഴും ചോദിക്കുന്ന ഒരു സ്ഥലമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റീസ് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉണ്ടാകത്തില്ല. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിസ് മെലിറ്റസ്, ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സീക്വൻസ് ഓഫ് ചേഞ്ചസ് സീൻ ഇൻ ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഇനി ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഹോൾമാർക്ക് ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണ്? ഓൾട്ടറേഷൻ ഇൻ ദ സ്ട്രക്ചർ ആൻഡ് സെല്ലുലാർ കോമ്പോസിഷൻ ഓഫ് ദ മൈക്രോവാസ്കുലേച്ചർ. കണ്ണിനകത്തോട്ടുള്ള ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഓൾട്ടറേഷൻ ഇൻ ദ സ്ട്രക്ചർ ആൻഡ് സെല്ലുലാർ കോമ്പോസിഷൻ ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിവിയർ വിഷൻ ലോസ് ഇൻ ഡയബറ്റിസ്. ഡയബറ്റിസ് ഉള്ളവർക്ക് കാഴ്ച നഷ്ടപ്പെടാനുള്ള മോസ്റ്റ് കോമൺ കോസ് പറയുന്നത് ഹെമറേജസ് ആണ്. അതും വിട്രസ് ഹെമറേജസ് ആയിരിക്കും. ദെൻ മോസ്റ്റ് കോമൺ കോസ് ഓഫ് മോഡറേറ്റ് വിഷൻ ലോസ് ഇൻ ഡയബറ്റിസ്. ചെറിയ രീതിയിലെ വിഷൻ ലോസ് ഉണ്ടാവുന്നുള്ളെങ്കിൽ ഡയബറ്റിക് മാക്യുലോപ്പതി. ഡയബറ്റിക് മാക്യുലോപ്പതി. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി ആണ് നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, proliferative diabetic retinopathy and diabetic maculopathy. ഓക്കെ, ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. നോൺ പ്രോളിഫറേറ്റീവ്, പ്രോളിഫറേറ്റീവ് ആൻഡ് ഇത് യൂഷ്വലി ശരിക്കും ഒഫ്താൽമോളജി എന്ന് പറയാമെങ്കിലും PM ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ ക്വസ്റ്റ്യനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നോൺ പ്രോളിഫറേറ്റീവ് സ്റ്റേജസ്, അതിലൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ നോൺ പ്രോളിഫറേറ്റീവ് സ്റ്റേജസിന്റെ ക്ലാസിഫിക്കേഷൻ അതാണ്. ആദ്യം മൈക്രോ അന്യൂറിസംസ് ഉണ്ടാകും. IRMA. എന്താണ് IRMA? എന്താണ് IRMA? ആർക്കെങ്കിലും അറിയാവോ? എന്താണ് IRMA? ഇൻട്രാറെക്റ്റിനൽ മൈക്രോവാസ്കുലർ അബ്നോർമാലിറ്റീസ്. റെക്റ്റിനയ്ക്കകത്ത് മൈക്രോവാസ്കുലർ അബ്നോർമാലിറ്റീസിനാണ് IRMA. ഇൻട്രാറെക്റ്റിനൽ മൈക്രോവാസ്കുലർ അബ്നോർമാലിറ്റീസ് ആണ് IRMA. ഓക്കെ, മൈക്രോ അന്യൂറിസംസ് ആദ്യം ഉണ്ടാകും. ദെൻ IRMA ഇൻട്രാറെക്റ്റിനൽ മൈക്രോവാസ്കുലർ അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. ദെൻ കോട്ടൺ വൂൾ സ്പോട്സ്, ദെൻ റെക്റ്റിനൽ ഹെമറേജസ്, ദെൻ ഡാർക്ക് ബ്ലോട്ട് ഹെമറേജസ്, then hard exudate, then venous abnormalities. That is microDave എന്നാണ് ആ ഒരു ഷോർട്ട് ഫോം. M for microaneurysms, intrarectinal microvascular abnormalities, cotton wool spots, rectinal hemorrhages, rectinal edema, dark blot hemorrhages, hard exudate, venous abnormalities. Okay. ഇതിൻ്റെ അകത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഡയബറ്റിക്, ഗ്ലൈസെമിക് കൺട്രോൾ പൂവറായിട്ടുള്ള ഒരാൾക്ക്, പ്രഗ്നൻസി, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഡയബറ്റിസ് ഇസ് ദ മോസ്റ്റ് കോമൺ. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സ്റ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആദ്യം അപ്പം എന്തായിരിക്കും ഉണ്ടാകുന്ന സ്റ്റേജ്? ന്യൂ വാസ്കുലറൈസേഷൻ ആയിരിക്കുമോ ആദ്യത്തെ സ്റ്റേജ്? ആദ്യം എന്തായിരിക്കും? എന്തായാലും റെറ്റിന ഡിറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ലാസ്റ്റത്തെ സ്റ്റേജ്. ആദ്യം ഏതായിരിക്കും ഉണ്ടാവുന്നത്? ആദ്യം എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യം എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഒരു ഷോർട്ട് ഫോം ഓർപ്പിപ്പിച്ച് പറഞ്ഞു. എന്തായിരിക്കും?
മൈക്രോ ആന്യൂറിസംസ്. ഫസ്റ്റ് വൺ ഇസ് മൈക്രോ. അപ്പൊ ആ രണ്ട് ഓപ്ഷനിൽ മൈക്രോ ആന്യൂറിസംസ് ഉള്ള രണ്ട് ഓപ്ഷനായി. ആദ്യത്തെയും അവസാനത്തെയും കട്ട് ചെയ്യാം. ഇനി രണ്ടാമത് എന്ത് വരാം? ഇസ്കീമിയ വരൂ, നിയോ വാസ്കുലൈസേഷൻ വരൂ ആദ്യം? ഇസ്കീമിയ. അപ്പം സി കഴിഞ്ഞാൽ ദെൻ ബി, അത് കഴിഞ്ഞിട്ട് നിയോ വാസ്കുലൈസേഷൻ, അതിനുശേഷമാണ് റെക്റ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഓക്കെ. സോ മിക്കവാറും ആൻസറിൽ ഇച്ചിരി ബോധത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റെക്റ്റിനൽ ഡിറ്റാച്ച്മെന്റ് അവസാനമേ വരുള്ളൂ. മൈക്രോ അന്യൂറിസംസ് ആദ്യം വരണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. മൈക്രോ അന്യൂറിസംസ്, ഇസ്കീമിയ, നിയോവാസ്കുലൈസേഷൻസ് ആൻഡ് റെക്റ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഓക്കെ. അടുത്തത്, ദ മോസ്റ്റ് കോമൺ ക്ലിനിക്കൽ സൈൻ എൻകൗണ്ടേർഡ് ഇൻ ദ കേസ് ഓഫ് സിംറ്റമാറ്റിക് ഹീമോക്രോമറ്റോസിസ്. ഹീമോക്രോമറ്റോസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ദ മോസ്റ്റ് കോമൺ ക്ലിനിക്കൽ സൈൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. എന്താണ് ഹീമോക്രോമറ്റോസിസ്? ഇതും ഹിൽസണും ഒരുമിച്ച് പഠിക്കുന്നത്. രണ്ടും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള രണ്ട്, വിൽസൺ ആണെങ്കിലും ഹീമോക്രോമറ്റോസിസ് ആണെങ്കിലും രണ്ടും ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബോത്ത് ക്യാൻ കോസ് സിറോസിസ് ആൻഡ് ഓർഗൻ ടോക്സിസിറ്റി ഡ്യൂ ടു എക്സസ് ഓഫ് മെറ്റൽ. ഹീമോക്രോമറ്റോസിസിൽ എന്താണ് എക്സസ് ആവുന്നത്? വിൽസണിൽ എന്താണ് എക്സസ് ആവുന്നത്? ഹീമോക്രോമറ്റോസിസിൽ എന്താണ് എക്സസ് ആവുന്നത്? വിൽസണിൽ എന്താണ് എക്സസ് ആവുന്നത്? പറയൂ ആരെങ്കിലും. ഹീമോക്രോമറ്റോസിസിൽ എന്താണ് വരുന്നത്? വിൽസണിൽ എന്താണ് വരുന്നത്? Hemochromatosis, iron, Wilson, copper. Exactly. Hemochromatosis iron. Intestine എന്ത് ചെയ്യും? It absorb excess iron which is received by the liver. ലിവറിലോട്ടായിരിക്കും അയൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിൽസണിലാണെങ്കിൽ കോപ്പർ ടോക്സിസിറ്റി കാരണമാണ് വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഹീമോക്രോമറ്റോസിസിന്റെ മോസ്റ്റ് കോമൺ ആയിട്ട് സൈൻ, ക്ലിനിക്കൽ സൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹെപ്പറ്റോമെഗാലി, ഈസോഫേജൽ വാരിസസ്, മെറ്റാലിക് പിഗ്മെന്റേഷൻ, ആർത്രോപ്പതി, ഏതായിരിക്കും ഏറ്റവും വലിയൊരു സൈൻ എന്ന് പറയുന്നത്? ഹെപ്പറ്റോമെഗാലി ആയിരിക്കും. ഓക്കെ. ദ മോസ്റ്റ് കോമൺ ക്ലിനിക്കൽ സൈൻ എൻകൗണ്ടർ ഇൻ ദ കേസ് ഓഫ് സിംറ്റമാറ്റിക് ഹീമോക്രോമറ്റോസിസ് ഹെപ്പറ്റോമെഗാലി. പിന്നെ ഇവിടെ ചോദിക്കാൻ വേറെ സാധ്യത, വിൽസണിൽ ചോദിക്കാൻ കേസർ ഫ്ലീഷർ റിങ്സ്, കണ്ണിന് ചുറ്റും കാണുന്ന സിൽവർ കളർ ഡെപ്പോസിഷൻ ഓഫ് കോപ്പർ, കോപ്പർ ഡെപ്പോസിഷൻ വരുമ്പോൾ കണ്ണിന് ചുറ്റും കാണുന്ന റിങ്സ് ആണ് ഈ കേസർ ഫ്ലീഷർ റിങ്സ് എന്ന് പറയുന്നത്. അത് ചോദിക്കാം. പിന്നെ ജീൻ മ്യൂട്ടേഷൻ, ATP7B ജീൻ മ്യൂട്ടേഷൻ ആണ് വിൽസണിൽ വരുന്നത്. ATP7B ജീൻ മ്യൂട്ടേഷൻ ആണ് വിൽസണിൽ വരുന്നത്. പിന്നെ വിൽസണിൽ ഏത് ടൈപ്പ് ഓഫ് അനീമിയ വരാമെന്ന് ചോദിക്കാം. ദാറ്റ് ഇസ് ഹീമോലൈറ്റിക് അനീമിയ. ഓക്കെ. ഓക്കെ. അവിടെയും കോപ്പർ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ലിവർ. മറ്റെവിടെയാണെങ്കിൽ അയൺ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ലിവർ. ഓക്കെ. ബ്രോൺസ് ഡയബറ്റീസ് വരുന്നത് ഹെറിഡിറ്ററി ഹീമോക്രോമറ്റോസിസിലാണ്. ക്ലിയർ? ഇനി എന്തൊക്കെ ഡാമേജസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ പറയാം. ഹീമോക്രോമറ്റോസിസ് ആണ്. ലിവറിൽ ലിവർ ഡാമേജ് വരാം, സിറോസിസ് വരാം, ലിവർ ഫെയിലിയർ വരാം, ലിവർ ക്യാൻസർ വരാം. ഈവൻ ദ പേഷ്യന്റ് മേ റിക്വയർ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ദ ലിവർ. ഹാർട്ടിലാണെങ്കിൽ അരിത്തീമിയാസ്, കാർഡിയോമയോപ്പതി ആൻഡ് ഹാർട്ട് ഫെയിലിയർ. പാൻക്രിയാസിലാണെങ്കിൽ അയൺ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റ് ഇൻ ദ പാൻക്രിയാസ് ആൻഡ് കോസ് ഡയബറ്റിസ്. ഓക്കെ. അതാണ് ബ്രോൺസ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇനി ക്വിങ്കി സൈൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ക്വിങ്കി സൈൻ ഏതിലാ കാണുന്നത്? ക്വിങ്കി സൈൻ ഫൗണ്ടൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ പറഞ്ഞോളൂ. ക്വിങ്കി സൈൻ ഏതിലാ കാണുന്നത്? Aortic regurgitation. അയോട്ടിക് റിഗർജിറ്റേഷൻ. എന്താണ് ക്വിങ്കി സൈൻ? ക്വിങ്കി സൈൻ എന്താണ്? പൾസേഷൻ ഓഫ് ദ കാപ്പിലറീസ് ഇൻ എ നെയിൽ ബെഡ്, അതിനാണ് ക്വിങ്കി സൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. This is not a major criteria for the diagnosis of the acute rheumatic fever as per revised Jones criteria. Rheumatic fever ഏതെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ സൈഡ് എഴുതി വെക്കണം. റൊമാറ്റിക് ഫീവർ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഡയബറ്റിസ് എന്തായാലും പഠിച്ചിട്ട് പോകണം. സ്പൈറോമെട്രി എന്തായാലും പഠിച്ചിട്ട് പോകണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഹാർട്ടിൻ്റെ അകത്ത് അയോട്ടിക് റീഗർഗിറ്റേഷൻസ് മസ്റ്റ് ആയിട്ട് വായിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ മർമേഴ്സ് എന്തായാലും വായിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഞാൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ വായിക്കേണ്ടത് എന്നുള്ളത് ഉറപ്പായിട്ടും എഴുതി വെക്കണം. ലാസ്റ്റ് എന്നിട്ട് ഇതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളതും കൺഫേം ചെയ്യണം. ഓക്കെ. അപ്പൊ റൊമാറ്റിക് ക്രൈറ്റീരിയ
ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് സെന്റ് ജോൺസ് ക്രൈറ്റീരിയ. അപ്പം ജോൺസ് ക്രൈറ്റീരിയയിൽ ജോൺസ് തന്നെ ന്യൂമോണിക് ആയിട്ട് പഠിക്കുക. ജെ ഫോർ ജോയിന്റ് ഇൻവോൾവ്മെന്റ്, O looks like a heart, so it is myocarditis. N for nodules, that is subcutaneous nodules. E for erythema marginatum, and S for Sydenham scoria. Then minor criteria ഓർക്കാനാണ് കഫേ പാലിന് ഓർക്കേണ്ടത്. C for CRP increase, A for arthralgia, F for fever, E for elevated ESR, P for prolonged PR interval, A for anamnesis of the rheumatism, and L for leukocytosis. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് മേജർ ക്രൈറ്റീരിയ അല്ലാത്തത് ഏതാണ്? പോളിയാർട്രാൾജിയ മേജർ ആണോ? പോളിയാർട്രാൾജിയ മേജർ ആണോ? അല്ല, ഇറ്റ് ഇസ് മൈനർ ക്രൈറ്റീരിയ. സോ കോറിയ ഉണ്ടോ മേജർ? മേജറിൽ കോറിയ ഉണ്ടോ? ഉണ്ട്. കാർഡൈറ്റിസ് ഉണ്ടോ? ഉണ്ട്. ഓ ഉണ്ട്, സോ കാർഡൈറ്റിസ് ഉണ്ട്. സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് ഉണ്ടോ? ഉണ്ട്. ജോൺസിന് N ഉണ്ട്. സോ മൈനർ ക്രൈറ്റീരിയ ഇതിൽ ഏതാ വരുന്നത്? പോളിയാർട്രാൾജിയ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ 2 മേജർ ക്രൈറ്റീരിയ വരണം, അല്ലെങ്കിൽ ഒരു മേജർ ക്രൈറ്റീരിയയും അതിന്റെ കൂടെ 2 മൈനർ ക്രൈറ്റീരിയയും കൂടി വന്നാൽ മാത്രമേ റൊമാറ്റിക് ഫീവർ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യണേ, സ്ക്രീൻഷോട്ട് ചെയ്യുകയോ ഇതെടുക്കുക. ജോയിന്റ് ഇൻവോൾവ്മെന്റ്, O looks like a heart, so it is myocarditis. Subcutaneous nodules, erythema marginatum, Sydenham scoria. Minors include CRP increased arthralgia, fever, elevated ESR, prolonged PR interval, anamnesis of rheumatism, and leukocytosis. ഇനി the normal pleural pressure at the beginning of the inspiration. ഇൻസ്പിറേഷന്റെ സമയത്ത് പ്ലൂറൽ പ്രഷർ, പ്ലൂറയുടെ പ്രഷർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്രയാണ്? പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ്? പ്രഷർ വേരിയേഷൻ. ഇൻസ്പിറേഷൻ ലങ്സിലുള്ള പ്രഷർ കുറവാണെങ്കിൽ ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലോട്ട് എയർ. എന്തിനാണ് നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കുന്നത്? നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കുന്നത് ഒരു വാക്യൂം ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ്. വാക്യൂം എപ്പോഴും നെഗറ്റീവ് പ്രഷർ അല്ലേ? അപ്പം എയർ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലൂറൽ പ്രഷർ എപ്പോഴും നെഗറ്റീവ് ആകുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇൻസ്പിറേഷൻ. നെഗറ്റീവ് ആയിട്ടുള്ള പ്ലൂറൽ പ്രഷർ ആണെങ്കിൽ ഇറ്റ് വിൽ പുൾസ് ദ എയർ ഇൻവേർഡ്സ്. ഓക്കെ, ഇനി ഇൻട്രാ തൊറാസിക് പ്രഷറോ? എന്താ ഇൻട്രാ തൊറാസിക് പ്രഷർ? ഇൻട്രാ തൊറാസിക് പ്രഷർ ട്രസ്റ്റ് എത്രയാണ്? തൊറാക്സിനകത്തുള്ള പ്രഷർ എത്രയാണ്? തൊറാസിക് പ്രഷർ എത്രയാണെന്ന് അറിയാവോ? പ്ലൂറൽ പ്രഷർ ചോദിച്ചേക്കുന്നുണ്ട്, തൊറാസിക് പ്രഷർ ചോദിക്കാം. തൊറാസിക് പ്രഷർ എത്രയാണ്? തൊറാക്സിനകത്തുള്ള പ്രഷർ എത്രയാണ്? ഇൻട്രാ തൊറാസിക് പ്രഷർ -2 millimeter mercury ആണ് ഇൻട്രാ തൊറാസിക് പ്രഷർ അറ്റ് റെസ്റ്റ്. ഇൻട്രാ തൊറാസിക് പ്രഷർ അറ്റ് റെസ്റ്റ്. ഓക്കെ, എന്താണ് ഇൻട്രാ തൊറാസിക് പ്രഷറിന്റെ സിഗ്നിഫിക്കൻസ്? അത് MCQ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാ തൊറാസിക് പ്രഷറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്താണ് ഇൻട്രാ തൊറാസിക് പ്രഷറിന്റെ സിഗ്നിഫിക്കൻസ്? എക്സ്പിറേഷൻ കൂടി നിൽക്കും. എക്സ്പിറേഷൻ കൂടി നിൽക്കുന്നതല്ലല്ലോ. പ്ലൂറൽ പ്രഷർ -10 സെന്റിമീറ്റർ വാട്ടർ ആണ് ഇൻസ്പിറേഷന്റെ സമയത്ത്. ലങ്സിന്റെ റീകോയിൽ പ്രഷർ +5 ആണ്. ഇൻട്രാ പൾമണറി പ്രഷർ ആണ് -5. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പ്ലൂറൽ പ്രഷർ ആണ്. പ്ലൂറൽ പ്രഷർ എന്ന് പറഞ്ഞാൽ -10 ആണ്. അപ്പൊ അതിന്റെ അടുത്ത് നിൽക്കുന്ന -7.5 ആണ് ആൻസർ. പൾമണറി പ്രഷർ ആണെങ്കിലാണ് -5. മനസ്സിലായോ? ക്വസ്റ്റ്യൻ കണ്ടോ? പ്ലൂറൽ പ്രഷർ ആണ് ചോദിച്ചേക്കുന്നത്. അത് ഇറ്റ് വിൽ ബി 10 ആയതുകൊണ്ട് അതിന് അടുത്ത് നിൽക്കുന്ന ആൻസർ ദാറ്റ് ഈസ് -7.5 സെന്റിമീറ്റർ വാട്ടർ ആണ് പ്ലൂറൽ പ്രഷർ.
നോർമൽ പ്ലൂറൽ പ്രഷർ എന്ന് പറഞ്ഞാൽ -10 സെന്റിമീറ്റർ വാട്ടർ ആണ്. ഇൻട്രാ പൾമണറി പ്രഷർ ആണ് -5 സെന്റിമീറ്റർ വാട്ടർ. ക്ലിയർ? ഇൻട്രാ തൊറാസിക് പ്രഷർ എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ ലങ് കൊളാപ്സ് ഇസ് പ്രിവെന്റഡ് ബൈ നെഗറ്റീവ് ഇൻട്രാ തൊറാസിക് പ്രഷർ. ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പിറേഷന്റെ സമയത്ത്, ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന്റെ സമയത്ത് ലങ് കൊളാപ്സിനെ പ്രിവെന്റ് ചെയ്യുന്നത് റെസിഡ്യുവൽ വോളിയം ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലങ് കൊളാപ്സ് ഇസ് പ്രിവെന്റഡ് ബൈ നെഗറ്റീവ് ഇൻട്രാ തൊറാസിക് പ്രഷർ. നെഗറ്റീവ് ഇൻട്രാ തൊറാസിക് പ്രഷർ. ഓക്കെ, അതായത് ഇൻട്രാ തൊറാസിക് പ്രഷർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു -2 മില്ലിമീറ്റർ മെർക്കുറി ആണ്. ഇതുള്ളത് കൊണ്ടാണ് ദിസ് പ്രിവെന്റ്സ് ദ ലങ് കൊളാപ്സ്. അത് MCQ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാബ് ഓൺ ചെസ്റ്റ് വാൾ, നെഞ്ചിലോട്ട് കത്തി കൊണ്ട് കുത്തുമ്പോൾ ഈ പ്ലൂറൽ ക്യാവിറ്റി എന്തായിരിക്കും? പ്ലൂറൽ ക്യാവിറ്റി ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ എയർ എൻറ്റേഴ്സ് തൊറാക്സ് ആൻഡ് ഇൻട്രാ തൊറാസിക് പ്രഷർ ബിക്കം 0. നമ്മൾ കത്തി കൊണ്ട് ഒരാളെ നെഞ്ചത്ത് കുത്തുമ്പോൾ മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? കുത്തുമ്പം പ്ലൂറൽ ക്യാവിറ്റിക്കകത്തോട്ട് എന്ത് കയറുന്നു? പ്ലൂറൽ ക്യാവിറ്റി ഓപ്പൺ ആയി, അതിനകത്തോട്ട് എയർ കയറി. എയർ കയറുമ്പം തൊറാക്സിനകത്ത് എയർ കയറുമ്പം തൊറാസിക് പ്രഷർ നെഗറ്റീവ് ആയിരിക്കേണ്ട സാധനം 0 ആയി, കാരണം അറ്റ്മോസ്ഫിയർ പ്രഷറായിട്ട് ഈക്വൽ ആയി. അപ്പൊ ലങ്സ് ആർ നോട്ട് ഹോൾഡഡ് ക്ലോസ് ടു ദ തൊറാക്സ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ലങ്സ് ചുരുങ്ങിപ്പോവും. ലങ്സ് റീകോയിൽ ആൻഡ് ഗെറ്റ്സ് കൊളാപ്സ്. അതുകൊണ്ടാണ് നെഞ്ചിൽ കത്തി കുത്തുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്ലൂറൽ ക്യാവിറ്റിയിൽ ഒരു കത്തി കുത്തുമ്പം പ്ലൂറൽ ക്യാവിറ്റി ഓപ്പൺ ആയി, അപ്പം എയർ വിൽ ബി എൻറ്ററിങ് ഇൻ ടു ദ തൊറാക്സ്. ഇൻട്രാ തൊറാസിക് പ്രഷറിൻ്റെ അകത്ത് അറ്റ്മോസ്ഫിയറിക്